കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ്. ഒന്ന്, നിങ്ങൾ സങ്കടത്തിലും നിരാശയിലും ഇരിക്കുക. രണ്ടാമത്തത്, പ്രതീക്ഷയോടുകൂടി സന്തോഷിക്കുക, പിന്നെ സങ്കടപ്പെടുക. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും നിരാശയുടെയും മുൻപിൽ ആടി ആടി പൊക്കോണ്ടിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവർ ടേക്ക് ഓവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോടതിയുടെ അനുമതി മാത്രം കിട്ടിയാൽ മതി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയാണ് ഇവിടെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. കോടതിയുടെ അനുമതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അക്യൂറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അതായത് കോടതി നടപടിക്രമങ്ങൾ സാധൂകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് മാഗ്നം കൺസോർഷ്യത്തിൽ നിന്നും പുതിയ കൺസോർഷ്യത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കോടതിയെ ഇതുവരെയും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഈ കോടതിയെ സമീപിക്കുന്നത് വൈകിക്കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അപ്രൂവലും അതുപോലെ തന്നെ വൈകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ഒന്നും വെല്ലുവിളിക്കുന്നതോ വില കുറച്ച് പറയുന്നതോ അല്ല. നമ്മുടെ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കേസുകൾ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലതാമസം എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് വേഗത്തിൽ നമുക്ക് അക്യൂറ്റും കാര്യങ്ങളും ഒന്നും കിട്ടുന്ന ഒരു പരിപാടിയേ നടക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെയും കോടതിയെ ക്ലബിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്യൂറ്റിന് വേണ്ടി അല്ലെങ്കിൽ NOCക്ക് വേണ്ടി സമീപിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യമാണ്. ഇത്തരത്തിൽ ഇവന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദാസീനതകൾ ആരാധകരുടെ പ്രതീക്ഷകളുടെ നെഞ്ചിലാണി അടിക്കുന്നതിന് തുല്യമാണ്. കൂടുതലൊന്നും പറയാനില്ല, കുറെ കാര്യങ്ങൾ ചെയ്യാം.